ഹിമാചലിലെ മണാലിയിലാണ്. മണാലി നാച്ചുറൽ പാർക്കിലൂടെ നടക്കുമ്പോഴാണ് ആളുകളുടെ ശബ്ദം കേട്ടാണ് അവിടേക്ക് എത്തി നോക്കിയത്. നോക്കുമ്പോൾ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നാട്ടുകാരാണോ, എവിടുത്തുകാരാണോ, അല്ലെങ്കിൽ പുറത്തു നിന്ന് വന്നവരാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കുറേ നേരം കണ്ടിരിക്കാമെന്ന് കരുതി അവരുടെ അടുത്തേക്ക് നടന്നു. ഇവൻ എൻ്റെ കൂടെ കൂടിയിട്ട് കുറേ നേരമായി. പൂർവ്വകാല വല്ല ബന്ധവും കാണുമോ എന്നന്വേഷിച്ചാണോ ഇവൻ വന്നത് എന്ന് സംശയിച്ചു. പക്ഷേ മണാലിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇവനെ പോലുള്ള ഒരുപാട് മനുഷ്യരോട് അത്രമേൽ ഇണങ്ങിയ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവൻ അതിശാന്തമായി ആ കളിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെപ്പോലെ തന്നെ അവനും അതിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുദിച്ചു. വളരെ ശാന്തമായി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാലിലൊക്കെ ഒന്ന് മണത്ത് നോക്കി അവൻ്റേതായ ചില ചേഷ്ടകളൊക്കെ കാണിച്ച് വളരെ ഞാൻ നിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന രീതിയിലൊക്കെയാണ് അവൻ്റെ ഭാവപ്രകടനങ്ങൾ. അവനും ഞാനും കൂടി കുറേ നേരം അവിടെ ഇരുന്ന് ക്രിക്കറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് കാണുന്നതിനേക്കാൾ എനിക്ക് അവനെ കാണുന്നത് കുറച്ച് അധികം ഇഷ്ടം ഉണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. ഇവിടെയുള്ള ഇവനെ പോലുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ രോമങ്ങളെല്ലാം ഒരുപാട് തിക്കായതാണ്. അവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാൻ പ്രകൃതി തന്നെ അവർക്ക് അതിനു വേണ്ട പരിരക്ഷകൾ കൊടുത്തു എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെയാണ് ഞങ്ങൾക്കിടയിലേക്കൊരു ബോൾ കയറി വന്നത്. അതവനെ കുറച്ച് പരിഭ്രാന്തിപ്പെടുത്തിയോ അല്ലെങ്കിൽ അതെടുക്കാൻ ഞാൻ പോണോ എന്നൊക്കെയാണ് അവൻ്റെ നോട്ടം എന്ന് തോന്നുന്നു. എന്നിരുന്നാൽ അവിടെ ഇരിക്കുന്നത് പന്തിയല്ല എന്ന് അവനും എനിക്കും തോന്നി തുടങ്ങി. ഞങ്ങൾ കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാച്ചിലെങ്കിലും ഇറങ്ങണമെങ്കിൽ അവരോടൊന്ന് സൗഹൃദമൊക്കെ സ്ഥാപിച്ച്, ആരാണെന്നറിയില്ലല്ലോ, ഏത് നാട്ടുകാരെന്നറിയില്ല, അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അവരുടെ അടുത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കളിക്കുന്നതിൻ്റെ എതിർഭാഗത്തേക്ക് പോകാനാണ് തീരുമാനം. അവിടെ ചെന്ന് ഇവിടെ നിന്നുള്ള വ്യൂ കുറച്ചുകൂടി നല്ലതാണ്. അവിടെ ഒരു ചെറിയ ചാല് പോലെ ഒരു ഒഴുകുന്ന ഒരു ഇടമായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ കരയിലാണ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ജോലി എടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവിടേക്ക് എന്നെപ്പോലെ വന്നു ചേർന്ന ആളുകളോ ഒക്കെയാണ് ഇതെന്ന് കുറച്ച് നേരത്തെ ഇരിപ്പിനുള്ളിൽ എനിക്ക് മനസ്സിലായി. കുട്ടിക്കാലത്തെ എല്ലാവരുടെയും ഓർമ്മയിൽ തളം കെട്ടി കിടക്കുന്നത് പോലെ തന്നെ ക്രിക്കറ്റ് എന്നിലുമുണ്ട് എന്നെനിക്ക് തോന്നി. അടുത്ത മാച്ചിലെങ്കിലും ഇറങ്ങണമെന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അവരോട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലായി ഇരുന്നു കൊണ്ട് കുറച്ച് നല്ല ഷോട്ടുകളൊക്കെ പകർത്തി. അപ്പോൾ അവരുടെ സംസാരത്തിലൊക്കെ നമ്മൾ ഇടപെട്ടു തുടങ്ങിയിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ വളരെ ജെന്റിലായിട്ടാണ് പെരുമാറുന്നത്, വളരെ സൗഹൃദപരമായിട്ട്. നമ്മൾ പലപ്പോഴും യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ജാതിയും നമ്മുടെ മതവും നമ്മുടെ നിറവും ഒക്കെ ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ പുറത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത മാച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാച്ചിൽ ഒരു ഇടം കിട്ടി. വിക്കറ്റ് കീപ്പറാണ്. ഏത് ടീമിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ നിയമങ്ങൾ എന്നൊന്നും അറിയില്ല. BCCIക്ക് ഇല്ലാത്ത നിയമങ്ങൾ കണ്ടം കളിയിൽ ഉണ്ടാകുമെന്നുള്ളത് പോലെ തന്നെ ഇവിടെയും ഒരുപാട് നിയമങ്ങളുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് നിയമങ്ങളുണ്ട്. ഞാൻ എപ്പോഴും കീപ്പറായിട്ടാണ് നിൽക്കുന്നത്. അതാകുമ്പോൾ നല്ല ഷോട്ടുകൾ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ അവരെന്താണ് എന്നെക്കുറിച്ച് കരുതിയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ നേരമായി കീപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓടുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ആദ്യകാലത്തെ കണ്ടം കളി, ഓരോ കണ്ടങ്ങളിലും മാറി മാറി കളിച്ചിരുന്നൊരു യുവത്വം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടുപുറത്തൊക്കെ. അതിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അടുത്ത നല്ല തണുത്ത കാലാവസ്ഥയാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായി വിറയൽ പോലും വരുന്ന ഒരു കാലാവസ്ഥയാണ്. നമുക്ക് വെയിലടിക്കുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും വെയിലിനൊന്നും ചൂടില്ല, നല്ല തണുപ്പാണ്. മണാലി പോയവർക്ക് അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നിരുന്നാലും മഞ്ഞ് വീഴ്ച ഇല്ലാത്തൊരു സമയമാണിത്. ക്രിക്കറ്റിനെ പോലെ ഇന്ത്യയിൽ വേറെ ഓട്ടമുള്ള മറ്റൊരു കായിക വിനോദമോ മറ്റൊരു കാര്യമോ ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് എവിടെയും സഞ്ചരിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും ചെറിയ സ്ഥലങ്ങളിൽ പോലും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അത്
നല്ലതോ ചീത്തയോ എന്നുള്ളത് വലിയൊരു തർക്ക വിഷയമാണ്. കാരണം മറ്റു സ്പോർട്സുകൾക്ക്, വിവിധ കായിക ഇനങ്ങൾക്ക് ക്രിക്കറ്റിൻ്റേതായ ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്നറിയുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളിലും നമുക്കറിയാവുന്നതുപോലെ എല്ലാ ഗെയിമുകൾക്കും തുല്യമായ ഒരു പരിഗണന കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ക്രിക്കറ്റ് താരങ്ങൾക്ക് ദൈവതുല്യമായ പരിഗണന പലയിടങ്ങളിലും കിട്ടാറുണ്ട്. നമ്മൾ പറയുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ നമ്മുടെ ദൈവമാണെങ്കിൽ ഉറപ്പായും പറയാം ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മതമാണ്. എത്ര വൈകാരികമായാണ് ഇന്ത്യയിലുള്ള മനുഷ്യർ ക്രിക്കറ്റിനെ കാണുന്നത് എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പടനയിക്കലായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയായിരിക്കാം അതിൻ്റെ വേരുകൾ തേടി ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയാം. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2007 വേൾഡ് കപ്പ് ഇന്ത്യ തോറ്റുകഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സമയം നമ്മുടെ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ വീട് ആക്രമിച്ച ആളുകളാണ്. അപ്പോൾ എത്ര വൈകാരികമായ നിമിഷങ്ങളാണ് ക്രിക്കറ്റ് ഇന്ത്യയിൽ സമ്മാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പരിചയപ്പെട്ടു. അവർ ബീഹാറിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും അതുപോലെ രാജസ്ഥാനിൽ നിന്നൊക്കെ വന്നവരാണ്. ഇവിടെ തൊഴിലെടുക്കുന്ന ആളുകളാണ്. ഇവിടെ റിസോർട്ടുകളിൽ, അവിടെ തന്നെ ഉള്ള കോഫി ഷോപ്പുകളിൽ, അല്ലെങ്കിൽ വസ്ത്ര വ്യാപാരത്തിന്, അങ്ങനെയുള്ള തൊഴിലിനായി എത്തിയവരും അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമാണ് എന്ന് മനസ്സിലായി. ഇന്ന് ആളുകൾ കുറവാണ്. അതുകൊണ്ടായിരിക്കാം എനിക്കൊക്കെ സീറ്റ് കിട്ടിയത്. കളിക്കാൻ വേറെ അതിഥികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാച്ചുറൽ പാർക്കിലൂടെ നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാം. അവിടുത്തെ ആടുകളാണ്. അവയെ മേയിച്ചുകൊണ്ട് 1-2 ആളുകളുണ്ടാവും, 100 കണക്കിന് ആടുകളുണ്ടാവും. അവയൊക്കെ ഇങ്ങനെ കൂട്ടമായാണ് വളർത്തുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളാണ് നമ്മുടെ മുന്നിലൂടെ സൈഡിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വരാൻ ഇവർക്ക് കുറച്ച് മടി കാണും. ആളുകൾ ഉണ്ടാവുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവുന്ന സ്ഥലത്തേക്കൊക്കെ ഇവർ അങ്ങനെ അതിക്രമിച്ച് വരത്തില്ല. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച നമ്മുടെ ആ മരങ്ങൾക്കിടയിലൂടെ ആടുകളിങ്ങനെ കടന്നു പോകുന്നു. അവർക്കിടയിലൊരു ഫീൽഡറുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ദേവദാരു മരങ്ങളെ കൊണ്ട് നിബിഡമായ ഒരു പാർക്കാണ് ഈ നാച്ചുറൽ പാർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അരികിലൂടെ ഒരു അരുവി പോകുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ബിയാസ് നദിയിലേക്കുള്ള ഒരു കൈവേ, അതിനെ മൻസാലു റിവർ എന്നൊക്കെയാണ് അവിടുത്തെ വിളിക്കുന്നത്. ആ ഒരു നദി തൊട്ടടുത്ത് തന്നെയാണ്. ആ നദിയിലാണ് ഒരുപാട് ഗെയിമുകളൊക്കെ നടക്കുന്നുണ്ട്. ഡ്രാഫ്റ്റിംഗ് പോലുള്ള ഒരുപാട് ഗെയിമുകൾ ആ ഏരിയ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഈ പാർക്ക് തന്നെ വളരെ വിശാലമായ ഒരു പാർക്കാണ്. നമുക്ക് ജോഗിങ്ങിനും തൊട്ടടുത്ത് തന്നെ ബോട്ടിങ്, ഒരുപാട് സജ്ജീകരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ കുറച്ച് കുറവാണ് എന്ന് തോന്നുന്നുണ്ട്. അത്രമേൽ സംരക്ഷിതമായ ഒരു വനം, വലിയ ശല്യങ്ങളില്ലാതെ ആളുകളുണ്ട്, നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ മൃഗങ്ങളുണ്ട്, നമ്മളെ ഉപദ്രവിക്കുന്നില്ല. അവർക്കിടയിലൂടെ നമുക്കിടയിലൂടെ അവർക്കും സഞ്ചരിക്കാവുന്ന ഒരു പാർക്ക്. വലിയ ആവേശത്തിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തോറ്റതിൻ്റെ പരിഭവം എതിർ ടീം അംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ന് അതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒരാൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അവർ ഇടയ്ക്കിടയിൽ അവർക്ക് അയാൾ വിളിച്ച് ഫോണിൽ അന്വേഷിക്കുന്നുണ്ട്, എന്താണ് വരാത്തത്, നിന്നെ തോൽപ്പിച്ചത് കൊണ്ടാണോ? അങ്ങനെയുള്ള ഒരുപാട് തമാശ നിറഞ്ഞ മുഹൂർത്തങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ കളിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്തൊക്കെയാണ് നിയമങ്ങൾ. തൊട്ടടുത്ത പറമ്പിലേക്ക് പൊങ്ങി അടിച്ചു പോകുമ്പോൾ അത് ഔട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനെ കോർത്തെടുക്കാൻ സാധിക്കും. BCCIക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത നിയമങ്ങളാണ് ഇവിടെയുള്ളത്. ഇതുപോലുള്ള ഗല്ലി ക്രിക്കറ്റുകൾ പ്രൊഫഷണൽ ക്രിക്കറ്റുമായി അഭേദ്യമായ ബന്ധമൊന്നുമില്ല. വലിയ ഡിഫറൻസ് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇവിടുത്തെ നിയമങ്ങൾ മറ്റൊരാൾക്ക് പാലിക്കപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുള്ള നിയമങ്ങളായിരിക്കും. ഏതൊരു പ്രൊഫഷണൽ താരത്തിന് ഇവിടെ നിന്ന് ഏറ്റവും നല്ല മികച്ച കളി പുറത്തെടുക്കാൻ സാധിക്കുകയില്ല എന്ന് തോന്നാവുന്നതാണ്. കാരണം ഇവിടെ മരങ്ങൾക്കിടയിലാണ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്.
ഏറ്റവും നല്ല ഷോട്ടുകളൊക്കെ നമുക്ക് ആ മരത്തിലേക്കായിരിക്കും പോകുന്നത്. മരങ്ങൾക്കിടയിലൂടെ 6 കണ്ടെത്തുന്നവർ, മരങ്ങൾക്കിടയിലൂടെ 4 അടിക്കുന്നവർ, അതിനിടയിൽ സിംഗിൾ ഇട്ട് റണ്ണിനായി ഓടി റണ്ണെടുക്കുന്നവർ. എത്ര മനോഹരമായ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ. ഒരുപാട് വലിയ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആദ്യകാലത്ത് ഒരു ഇന്ത്യൻ താരമാവുക എന്ന് മറ്റെല്ലാ ഇന്ത്യക്കാരെ പോലെ ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. അതെന്താണെന്നും അറിയില്ല, നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ക്രിക്കറ്റ് അത്രമാത്രം വേരൂന്നിയിരുന്നു എന്ന് പറയാതെ വയ്യ. ഇന്നത് കുറച്ചൊക്കെ ഫുട്ബോളിനും മറ്റു ഗെയിമുകൾക്കൊക്കെ വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. എല്ലാവരും എല്ലാ ഗെയിമിനും തുല്യമായ പരിഗണന കൊടുക്കണം. നമുക്ക് ഒളിമ്പിക്സിനൊക്കെ മെഡലില്ലാതെ പോകുന്നത് വലിയ സങ്കടമായിട്ട് തോന്നാറുണ്ട്. നമ്മൾ അത്രയേറെ ജനങ്ങളുള്ള ഒരു രാജ്യത്ത്, ഇപ്പോൾ ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാമതുള്ള ഒരു രാജ്യത്ത് പോലും ഒളിമ്പിക്സിന് നമുക്ക് മെഡലുകളില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കായികമായി നമുക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ സംഘാടനത്തിലാണെങ്കിലും അതിൻ്റെ അക്കാഡമികൾ വളർത്തിയെടുക്കുന്നതിലും അതിനെ പരിപോഷിപ്പിക്കുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയാതെ വയ്യ. മറ്റു ഗെയിമുകളിൽ തന്നെ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗതിയൊക്കെ അത്രമേൽ പരിതാപകരമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ വരട്ടെ. നമ്മുടെ ഹോക്കി ഒളിമ്പിക്സിന് മെഡൽ നേടിത്തരുന്ന ഒരു ഇനമായിരുന്നു ഹോക്കി. നമ്മുടെ ദേശീയ കായിക വിനോദം കൂടിയാണ് ഹോക്കി. അങ്ങനെയുള്ള എല്ലാ ഗെയിമുകൾക്കും തുല്യമായ പരിഗണന കിട്ടുന്ന ഒരു സമയത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണുക, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാവാൻ നമ്മളാൽ കഴിയുന്നത് പ്രവർത്തിക്കുക എന്നേ അതിന് ഒരു ഉത്തരമുള്ളൂ. ക്രിക്കറ്റ് കളി നമുക്ക് 2 തവണ ലോകകപ്പ് നേടിയിട്ടുണ്ട്. 1983 കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ, 2011 മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകകപ്പ് നേടിയിട്ടുണ്ട്. 1 ഡേ ലോകകപ്പിൻ്റെ കാര്യമാണ്. അതിനുശേഷം നമ്മളൊരു 2020 ലോകകപ്പ് വിജയിച്ചു. അത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ ഒരു സ്ഥലത്ത് വരുന്നതും ഒരു ഇന്ത്യൻ ഹോക്കി താരം വരുന്നതും തമ്മിൽ വലിയ മാറ്റമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ശ്രീജേഷ് അത്രമാത്രം മെഡലുകൾ നേടിയ, ഒളിമ്പിക് മെഡൽ നേടിയ ഹോക്കിയിലെ മികച്ച താരത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും നമുക്ക് നമ്മുടെ ക്രിക്കറ്റിലെ ഒരു ചെറിയ താരത്തിന് കിട്ടുന്ന പരിവേഷം പോലും കിട്ടുന്നില്ല എന്നറിയുമ്പോഴാണ് മറ്റ് ഗെയിമുകളെ നമ്മൾ കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് എന്ന് മനസ്സിലാവുന്നത്. ഇവിടെ നിന്ന് പോവുകയാണ്. തണുപ്പ് അധികരിച്ചു. വൈകുന്നേരങ്ങളിൽ മാൾ റോഡിൽ പോയിരിക്കാൻ പ്രത്യേക ബഹുരസമാണ് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അതുകൊണ്ട് ഇനി അവിടേക്കാണ് യാത്ര. തൊട്ടടുത്ത് തന്നെയാണ്, നടന്നു പോകാമെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെ പോയതിന് ശേഷം ബൈക്കുകളെടുത്ത് കറങ്ങാൻ പോവുക. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാം.